ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖം തന്നെയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൽപ്പനകളെ കുറിച്ചാണ് പഠിച്ചത്. എല്ലാവരും പഠിച്ചില്ലേ? കൽപ്പനകളെ കുറിച്ച് ടീച്ചർ പറഞ്ഞിരുന്നു കാണാതെ കൽപ്പനകളെല്ലാം പഠിക്കണമെന്ന്. അപ്പോൾ തുടർന്നും നമുക്ക് കൽപ്പനകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ബൈബിൾ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എല്ലാ മക്കളും ബൈബിൾ വായിക്കണം, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കണമെന്ന്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം ഒന്ന് വായിക്കാം. എല്ലാ മക്കളും ബൈബിൾ എടുക്ക്. എല്ലാവരും ബൈബിൾ എടുത്താ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ധനികനായ യുവാവ്. ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവിൻ്റെ വചനം. 10 കൽപ്പനകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. 10 പ്രമാണങ്ങൾ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചോളം അവരുടെ ഉടമ്പടിയുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായിരുന്നു. ഉടമ്പടി ജീവിതത്തിന്റെ വഴികാട്ടിയായിരുന്നു. തുടർന്നുള്ള യാത്രയിൽ അവരെ മുന്നോട്ട് നയിക്കുന്നതിനും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം അവർക്ക് ഈ നിയമങ്ങൾ നൽകിയത്. ടീച്ചർ ഇപ്പോൾ ബൈബിളിൽ വായിച്ചിരുന്നു, ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പാപം? എന്താണ് പാപം? എല്ലാവരും ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ടില്ലേ? ഇപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങള് എഴുതി വെക്കണേ, മറക്കല്ലേ. എന്താണ് പാപം? ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. എന്താണ്? ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. നമ്മൾ 10 പ്രമാണങ്ങള് പഠിച്ചിരുന്നു. 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ എന്തിനോടാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ദൈവ മനുഷ്യ ബന്ധത്തെയാണ് ഈ 3 പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തെ, ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. മൂന്നാമത്തെ, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 പ്രമാണങ്ങൾ ദൈവ മനുഷ്യ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള 7 പ്രമാണങ്ങൾ എന്തിനെയാ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? സാമൂഹിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള 7 പ്രമാണങ്ങൾ സാമൂഹിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെല്ലാമെന്ന് നോക്കാലോ. 1, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ
വസ്തുക്കൾ മോഹിക്കരുത്. ഈ 7 പ്രമാണങ്ങൾ സാമൂഹിക ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രമാണങ്ങൾ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ളതാണ്. ദൈവം നമുക്ക് ഈ പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. സ്നേഹമാണ് ഈ പ്രമാണത്തിന്റെ എല്ലാ അന്തസത്ത. സ്നേഹമാണ് ഈ പ്രമാണത്തിന്റെ എല്ലാ കാതലായ ഭാഗങ്ങൾ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും അത് ചെയ്യണ്ടെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അതിന് മുമ്പിൽ ടീച്ചർ പറഞ്ഞിരുന്നു എന്താണ് പാപമെന്ന്. എന്താണ് പാപം? പ്രമാണങ്ങൾ ലംഘിച്ച് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ചെയ്തു കൊടുക്കണം. ദൈവത്തോടും സഹോദരരോടും സ്നേഹത്തിൽ ജീവിക്കാനാണ് ഈ പ്രമാണങ്ങളെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്നേഹമാണ് ഈ പ്രമാണങ്ങളുടെ എല്ലാം അന്തസത്ത. വീണ്ടും നമ്മൾ ഈ 10 പ്രമാണങ്ങൾ 2 പ്രമാണങ്ങളായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. 2 നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒന്നെന്താണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം തിരഞ്ഞെടുത്ത പുതിയ ഇസ്രയേലാണ് തിരുസഭ. എന്താണ് തിരുസഭ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം തിരഞ്ഞെടുത്ത പുതിയ ഇസ്രയേലാണ് തിരുസഭ. ദൈവപ്രമാണങ്ങൾ പാലിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. ദൈവപ്രമാണങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവിക ജീവനിലേക്കാണ് നാം വളരുന്നത്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവിക ജീവനിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി തന്നെ സമീപിച്ച യുവാവിന് യേശു നൽകുന്ന ഉപദേശവും കൽപ്പനകൾ പാലിക്കുക എന്നതാണ്. കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനാണ് യേശു ആ യുവാവിനോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കുവാനുള്ളത്. അതിൽ കുറെ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസറും ഉണ്ട്. അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ ഓരോന്ന് വായിക്കും, ആൻസർ പറഞ്ഞു തരും, പേജ് നമ്പറും പറഞ്ഞു തരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ത്? നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ത്? നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്. ഇതാണ് നിയമങ്ങളുടെ അടിസ്ഥാന തത്വം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 7 ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: ഇസ്രയേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്തു ചെയ്തു? ഇസ്രയേലിന് 10 കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? പേജ് നമ്പർ 8. ദൈവം ഇസ്രയേലുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ച് ദൈവം അവർക്ക് 10 കൽപ്പനകൾ നൽകി. മൂന്നാമത്തെ ചോദ്യം: 10 കൽപ്പനകൾ സൂചിപ്പിക്കുന്നത് എന്ത്? പേജ് നമ്പർ 8. മനുഷ്യരോട് ദൈവത്തിനുള്ള അഗാധമായ സ്നേഹത്തിന്റെ അടയാളമാണ്
10 കൽപ്പനകൾ. 4ാമത്തെ ചോദ്യം, എന്താണ് പാപം? എന്താണ് പാപം? പേജ് നമ്പർ 10. ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. 5ാമത്തെ ചോദ്യം, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്തു ലഭിക്കുന്നു? പേജ് നമ്പർ 12. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവിക ജീവനിലേക്കാണ് നാം വളരുന്നത്. ഇതിൽ നമുക്ക് 2 ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ, നാം പാലിക്കേണ്ട ചില നിയമങ്ങൾ ഓർത്ത് എഴുതാമോ? ടീച്ചർ ഉദാഹരണമായിട്ട് പറയാം. കുടുംബത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമം. കുടുംബത്തിൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത് ഒരു നിയമമാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പാലിക്കേണ്ട നിയമം, സമൂഹത്തിൽ പാലിക്കേണ്ട നിയമം. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഉദാഹരണം ടീച്ചർ പറഞ്ഞു, കുടുംബത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. സ്കൂളിൽ നമ്മൾ അധ്യാപകരെ അനുസരിക്കണം. സമൂഹത്തിലോ നമ്മൾ നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം. അങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഒരു ഹോംവർക്ക് കൂടെ ഉണ്ട്. ദൈവ മനുഷ്യ ബന്ധം സൂചിപ്പിക്കുന്ന പ്രമാണങ്ങൾ എഴുതുക. ടീച്ചർ അത് പറഞ്ഞു തന്നിരുന്നു. ഒന്നാമത്തേത്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ബാക്കി നിങ്ങൾ എഴുതണം. പിന്നെ സാമൂഹിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രമാണങ്ങൾ എഴുതുക. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇവയാണ് ഹോംവർക്കുകൾ. ഇപ്പം നമ്മൾ കുഞ്ഞുമക്കളെല്ലാം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തിൽ നിന്നും അങ്ങ് മായ്ച്ചു കളയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. താങ്ക് യു.